ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസ് ഇറങ്ങിയിട്ടുള്ള റൈഫിൾ ക്ലബ്ബ് ഞാൻ ഇപ്പോഴാണ് OTT-യിൽ കണ്ടത്. അതുകൊണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് വൈകി ഇപ്പോഴാണ് ചെയ്യുന്നത്. OTT-യിൽ ഇത് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു അടിപൊളി സിനിമയായിട്ട് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ കാണുന്ന 1 മണിക്കൂർ 50 മിനിറ്റേ ഉള്ളൂ. ഈ ഒരു മണിക്കൂർ 50 മിനിറ്റ് നമ്മളെ പിടിച്ചിരുത്തി ടെൻഷൻ ബിൽഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് സ്ക്രീനിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്തിരിക്കുന്നത് പോലെ ദിലീഷ് പോത്തനാണ് മെയിനായിട്ട് റോൾ അഭിനയിച്ചിരിക്കുന്നത്. അനുരാഗ് കശ്യപ്, വാണി വിശ്വനാഥ്, വിജയരാഘവൻ, അതുപോലെ നമ്മുടെ മിഖായിൽ അഭിനയിച്ച നമാനി ദേവനന്ദ, മിഖായിലിൽ ആ ഒരു സ്റ്റണ്ട് ആക്ഷൻ രംഗമൊക്കെ അഭിനയിച്ചില്ലേ, ആ ഒരു കുട്ടി ഇതിനകത്ത് ചെറിയ റോൾ വന്നിട്ടുണ്ട്. അതുപോലെ സുരഭി ലക്ഷ്മി, സുരേഷ് കൃഷ്ണ, ദർശന രാജേന്ദ്രനൊക്കെ നല്ല റോളിൽ വന്നിട്ടുണ്ട്. ഫുൾ വെടിവെപ്പാണ് ആദ്യം മുതൽ അവസാനം വരെ. ആദ്യം കുറച്ച് മംഗലാപുരത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. 92 കാലഘട്ടമാണ്. ആ കാലഘട്ടം അതേപോലെ എടുത്ത് പകർത്തി വെക്കാൻ സംവിധാനം മികവ് തെളിയിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. തിരക്കഥ ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് തുടങ്ങിയവർ ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നു. ഇഷ്യൂവിന് ശേഷം 2 പേര് ഇടുക്കിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരെ ഈ ഒരു റൈഫിൾ ക്ലബ്ബിൽ അഭയം തേടുകയാണ്. തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. നിങ്ങളൊക്കെ ഒരു പരിധി വരെ ഈ സിനിമ കണ്ടവരായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. OTT-യിൽ ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയായിരുന്നു, എനിക്ക് മിസ്സായിപ്പോയി. അവറാൻ എന്നുള്ളൊരു കഥാപാത്രമാണ് ദിലീഷ് പോത്തൻ ചെയ്തത്. ഒരു വേട്ടക്കാരൻ്റെ മാനറിസം എല്ലാം അദ്ദേഹത്തിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അനുരാഗ് കശ്യപ് എസ്പെഷ്യലി ആ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള ആ സീനിൽ ഒരു മാസ് മൊമെന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം ഓക്കെ ആണെങ്കിൽ കൂടി എനിക്ക് തോന്നിയത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു ടീം ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ ആ ഒരു ടീമിനെ കുറച്ചും കൂടെ അവർക്ക് തീരെ പ്രാധാന്യം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിന് ശേഷം അവർക്ക് കുറച്ചും കൂടെ അവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് വീക്കായ പോലെ തോന്നി എനിക്ക് പേഴ്സണലായിട്ട്. 1 മണിക്കൂർ 52 മിനിറ്റേ ഉള്ളൂ. ഒരു 10 മിനിറ്റും കൂടെ കൂട്ടിയിട്ട് അവരുടെ ഭാഗം കുറച്ചും കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ സിനിമ കുറച്ചും കൂടെ മികവിലേക്ക് വന്നിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. ലോനപ്പനായിട്ടാണ് വിജയരാഘവൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നിട്ടുള്ള സീനാണ്, എങ്കിൽ കൂടിയും വളരെ മികച്ചതായിട്ട് തോന്നി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും OTT-യിൽ കാണാവുന്ന ഒരു സിനിമയാണ്. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു സിനിമയൊക്കെ വെച്ചിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാറുള്ളൂ. കാരണം ഈ ചാനലിൽ നിന്ന് എനിക്ക് റവന്യൂ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. റവന്യൂ കിട്ടിക്കഴിഞ്ഞാലാണ് കൂടുതലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സിനിമകൾ OTT-യിൽ വന്നിട്ട് കാണുന്നത്. ആഴ്ചയിൽ 1-2 റിവ്യൂ മാത്രമാണ് ഇപ്പോൾ ഇടുന്നത്. സോ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.